വിശദമായ വാർത്തകളിലേക്ക്. തൃപ്പൂണിത്തുറ ചൂരക്കാട് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനാണ് പരിശോധന. കേടുപാടുകൾ സംഭവിച്ച വീടുകളും സംഘം പരിശോധിക്കും. അപകടത്തിൽ പരുക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 2 പേരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നിസ്സാര പരിക്കുകളുടെ ചികിത്സയിലായിരുന്ന ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു. അതേസമയം സംഭവത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. പുതിയകാവ് ദേവസ്വം പ്രസിഡന്റ് സജീഷ് കുമാറാണ് കേസിൽ 1-ാം പ്രതി. ദേവസ്വം സെക്രട്ടറി, ട്രഷറർ എന്നിവർ 2-3 പ്രതികളാണ്. കരാറുകാരൻ ആദർശാണ് 4-ാം പ്രതി. ഇവരെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്ത പോലീസ് 4 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാരത്തുക വിതരണം ചെയ്യാനുള്ള നടപടി ഇന്നും തുടരും. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്നും തുടരും. ആന മണ്ണുണ്ടി പ്രദേശത്തു തന്നെ വനമേഖലയിൽ തുടരുന്നതായാണ് വനം വകുപ്പിന് ലഭിച്ച വിവരം. ആനയെ ട്രാക്ക് ചെയ്യുന്ന സംഘം പുലർച്ചെ വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് മയക്കുവെടി വയ്ക്കാനുള്ള സംഘം കാടുകയറും. ഇന്നലെ 2 തവണയാണ് ആനയുടെ അടുത്ത് ദൌത്യസംഘം എത്തിയിരുന്നത്. ഒരു തവണ മയക്കുവെടി വെച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല. മുള്ള് പടർന്ന അടിക്കാടാണ് ആനയെ പിടികൂടാനുള്ള ദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അരുൺ, നിലവിൽ ഈ ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ടോ? ഈ ദൗത്യ സംഘം എവിടെയാണ് ഇപ്പോഴുള്ളത്? ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രവിത, ഓപ്പറേഷൻ മഗ്നയുടെ ഭാഗമായുള്ള ദൗത്യം ഇന്നും തുടരും. പക്ഷേ ഇന്ന് രാവിലെ 5:30യോടുകൂടി ഈ ദൗത്യം ആരംഭിക്കുമെന്നായിരുന്നു വനം വകുപ്പ് അറിയിച്ചിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ കടുത്ത മൂടൽമഞ്ഞാണ്. ഒന്നും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥ, ഇരുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം, അതായത് സമയം 6 മണിയായി, വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ ദൗത്യത്തിനായി എത്തുന്നേയുള്ളൂ. 5:30 ആരംഭിക്കുമെന്നായിരുന്നു ഇന്നലെ CCF അറിയിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഈ മൂടൽമഞ്ഞ് അവസാനിച്ചതിന് ശേഷം, മൂടൽമഞ്ഞ് ഒന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ദൗത്യം ആരംഭിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നുള്ളൂ. ഈ ബാവലി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ പ്രദേശത്തൊക്കെ ആ ടിമ്പർ ഡെപ്പോ ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ നേരെ കാണുന്ന ആ ഭാഗം. അവിടെയൊക്കെ ഇരുട്ടു നിറഞ്ഞ അന്തരീക്ഷമാണ്. അതിന് തൊട്ടുപുറകിലുള്ള കാട്ടിലാണ് ഈ ആനയുള്ളത്. ആനയെ ഇന്നലെ 2 തവണ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഒരു തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ഇന്നെന്തായാലും 65 അംഗ സംഘം ഇന്നലെ രാത്രി മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആന നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നെന്തായാലും രാവിലെ ഈ മൂടൽമഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റൊന്ന്, ഇന്ന് വയനാട് ജില്ലയിൽ ഹർത്താലാണ്. ഫാർമേഴ്സ് റിലീഫ് ഫോർ ആണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പക്ഷേ ഈ ബാവലി ചെക്ക് പോസ്റ്റ് പരിസരത്ത്, ഇവിടെ ഈ സ്ഥലത്ത് ഹർത്താൽ ആചരിക്കുന്നില്ല. മറ്റുള്ള ജില്ലകളിൽ, വയനാട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വ്യാപാരികൾ കടയടയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാനന്തവാടി ഡിവിഷനിലെ 4 ഡിവിഷനുകളിൽ, മാനന്തവാടിയിലെ 4 ഡിവിഷനുകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി. അരുൺ പാറയ്ക്കലാണ് ബാവലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയ്ക്കായി മുത്തങ്ങ ആനപ്പന്തിയിൽ കൂടൊരുങ്ങി. പ്രത്യേക പരിചരണം വേണ്ട ആനകളെ പാർപ്പിക്കുന്ന സ്ഥലത്താണ് യുക്കാലിപ്റ്റസ് മരത്തടികൾ കൊണ്ടുള്ള കൂട് നിർമ്മിച്ചിട്ടുള്ളത്. 8 വർഷത്തിനിടെ 5-ാമത്തെ ആനക്കൂടാണ് മുത്തങ്ങ ആനപ്പന്തിയിൽ സജ്ജീകരിക്കുന്നത്. ബേലൂർ മഖനയെ മയക്കുവെടിവെച്ച് പിടികൂടി മുത്തങ്ങയിലെത്തിച്ച് പരിചരിക്കുന്നതിനാണ് കൂടൊരുക്കിയിരിക്കുന്നത്. പ്രശ്നക്കാരായ ആനകളെ പിടികൂടി കൊണ്ടുവന്ന് പരിചരിക്കുന്ന സ്ഥലത്താണ് കൂട്. യൂക്കാലിപ്സ് മരത്തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച കൂടിന് 25 ചതുരശ്ര അടി വിസ്തീർണവും 15 അടി ഉയരവും. പിടികൂടിയെത്തിക്കുന്ന ആന ശാന്തനായി ആളുകളുമായി ഇണങ്ങുന്നതുവരെ കൂട്ടിൽ തന്നെ കഴിയും. 8 വർഷത്തിനിടെ 5-ാമത്തെ ആനക്കൊട്ടിലാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. 2016-ൽ കല്ലൂർ കൊമ്പൻ, ആറളം കൊമ്പൻ, 2019-ൽ വടക്കനാട് കൊമ്പൻ, 2023-ൽ പന്തല്ലൂർ മഖന എന്നിവയ്ക്കാണ് നേരത്തെ കൂടൊരുങ്ങിയത്. ഇതിൽ കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും ഇപ്പോൾ വനം വകുപ്പിന്റെ കുങ്കിയ ആനകളാണ്. നിലവിൽ മുത്തങ്ങ ആനപ്പന്തിയിൽ 11 ആനകളാണുള്ളത്. 24 വയനാട്. മറ്റു വാർത്തകൾ നോക്കാം.
കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് ഇന്ന് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നായി രാവിലെ 10 മണിയോടെ മാർച്ച് ആരംഭിക്കും. താങ്ങുവില അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്തിയില്ല. സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച എന്നിവയുടെ നേതൃത്വത്തിൽ 200 കർഷക സംഘടനകളാണ് ഡൽഹി വളയൽ സമരത്തിൽ പങ്കെടുക്കുന്നത്. പഞ്ചാബിലും ഹരിയാനയിലുമായി 2500ഓളം ട്രാക്ടറുകൾ മാർച്ചിനായി അണിനിരത്തിയിട്ടുണ്ട്. സമരത്തെ നേരിടാൻ ഹരിയാന ഡൽഹി അതിർത്തികളിൽ കടുത്ത നിയന്ത്രണമാണുള്ളത്. ഹരിയാനയിലെ 7 ജില്ലകളിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 1 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കർഷകർ ഡൽഹിയിലേക്ക് കടക്കുന്നത് തടയാൻ അതിർത്തികൾ അടച്ചു. പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കർഷകർ കടക്കാതിരിക്കാൻ അതിർത്തികളിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിക്കുകയും റോഡിൽ ഇരുമ്പാണികൾ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക കടയടപ്പ് സമരം ഇന്ന്. സമൂഹത്തെ തളർത്തുന്ന വികലമായ നിയമങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വ്യാപാരികൾ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് മാർച്ച് നടക്കുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം സമരത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഒരു വിഭാഗം വിട്ടുനിൽക്കും. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നാരോപിച്ച് കേരളം നൽകിയ സ്യൂട്ട് ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ ധനമാനേജ്മെന്റിലെ പിടിപ്പുകേടാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. കേന്ദ്രത്തിന്റെ വാദം അടിസ്ഥാനരഹിതമാണ് എന്നാണ് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി. അടിയന്തരമായി 26,000 കോടി സമാഹരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യത്തെയും കേന്ദ്രം സുപ്രീം കോടതിയിൽ എതിർത്തു. കഴിഞ്ഞ ദിവസം ധനകാര്യ മന്ത്രാലയവും സുപ്രീം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. സെപ്ലൈകോ നേരിടുന്ന പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കും. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ കാര്യമായ പരിഗണന നൽകാത്തതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണന ഭരണപക്ഷ MLA-മാർ ചോദ്യമായി ഉന്നയിക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷവും ചോദ്യങ്ങളായി ഉയർത്തുന്നുണ്ട്. കൊച്ചിയിലെ ബാർ വെടിവെപ്പ് കേസിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഷമീർ, ദിൽഷൻ, വിജയ് എന്നിവരെയാണ് പോലീസ് ഇന്നലെ പിടികൂടിയത്. ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് കാറിലെത്തിയ 4-അംഗ സംഘം ബാർ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിൽ പരുക്കേറ്റ് ചികിത്സയിലുള്ള ബാർ ജീവനക്കാരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. SDPI നേതാവ് KS ഷാൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് 3-ാം കോടതി ഇന്ന് വാദം കേൾക്കും. ചട്ടവിരുദ്ധമായാണ് ജാമ്യം അനുവദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. കുറ്റപത്രം മടക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ഹർജിയിലും ഇന്ന് വാദം തുടരും. അന്വേഷണ സംഘത്തലവനായ ക്രൈംബ്രാഞ്ച് DYSP-യാണ് കുറ്റപത്രം സമർപ്പിച്ചത്. DYSP-ക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ അധികാരമില്ലെന്നും സംഭവം നടന്ന സ്ഥലത്തെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത് എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. RSS BJP പ്രവർത്തകരായ 11 പേരാണ് കേസിലെ പ്രതികൾ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED നടപടിക്കെതിരെ മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും കിഫ്ബി CEO KM എബ്രഹാമും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഏകപക്ഷീയമായി സമൻസ് അയച്ച് ED വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമായാണ് സമൻസ് എന്നുമാണ് ഇരുവരുടെയും വാദം. എന്നാൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ കിഫ്ബി നൽകുന്നില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുമാണ് ED കോടതിയെ അറിയിച്ചത്. കിഫ്ബി മസാല ബോണ്ട് കേസിലെ ED സമൻസിൽ നേരത്തെ ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഇന്നും EDക്ക് മുന്നിൽ ഹാജരായേക്കില്ല. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയിരുന്നു. കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ED സമൻസ് നൽകിയിരുന്നുവെങ്കിലും തോമസ് ഐസക് എത്തിയിരുന്നില്ല. കേസിൽ ഇത് 5-ാം തവണയാണ് ഡോക്ടർ TM തോമസ് ഐസക്കിന് ED നോട്ടീസ് നൽകുന്നത്. ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതിനിടെയാണ് വീണ്ടും ED നടപടി.
നാഷണൽ കോൺഗ്രസ് നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് ഇഡിയുടെ നോട്ടീസ്. ചോദ്യം ചെയ്യലിനായി ഇന്ന് ശ്രീനഗറിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതി കേസിലാണ് നടപടി. ഈ കേസിൽ നേരത്തെയും ഫാറൂഖ് അബ്ദുള്ളയെ ചോദ്യം ചെയ്തിരുന്നു. ഫാറൂഖ് അബ്ദുള്ള ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ ചെയർമാനായിരുന്ന കാലത്ത് 43 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് കേസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗൾഫ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അബുദാബിയിലെ അഹ്ലൻ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. അബുദാബി ഹിന്ദു ക്ഷേത്രം നരേന്ദ്രമോദി ഭക്തർക്കായി സമർപ്പിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിക്കും. തന്റെ 7ാമത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലെത്തുന്നത്. പ്രധാനമായും 3 പരിപാടികളിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഹ്ലൻ മോദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. 65,000-ലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യ UAE തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വെളിവാക്കുന്ന സാംസ്കാരിക പരിപാടിയും UAE-യിലെ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ബുധനാഴ്ച ദുബായ് മദീന ജുമേറിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ലോക സർക്കാർ ഉച്ചകോടിയിലെ 3 അതിഥി രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. തുടർന്ന് അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിർ ഭക്തർക്കായി പ്രധാനമന്ത്രി സമർപ്പിക്കും. ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ രാവിലെയും സമർപ്പണ ചടങ്ങ് വൈകിട്ടുമായാണ് നടക്കുക. UAE പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം UAE-യിലെ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്ക് തിരിക്കും. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കാത്തിരിക്കുകയാണ് പ്രവാസ സമൂഹം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി. അബുദാബിയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ കമന്റിട്ട NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. കുന്ദമംഗലം സ്റ്റേഷനിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. പ്രൊഫസറുടെ ഫോൺ പരിശോധിക്കേണ്ടതിനാൽ സൈബർ സെൽ വിദഗ്ധരും ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകും. കഴിഞ്ഞ ദിവസം പ്രാഥമികമായി മൊഴിയെടുത്തിരുന്നു. താൻ തന്നെയാണ് കമന്റ് ഇട്ടതെന്നും ആരെയും അവഹേളിക്കാനായിരുന്നില്ല എന്നുമാണ് ഷൈജ ആണ്ടവൻ മൊഴി നൽകിയത്. അതേസമയം NIT നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. രാവിലെ 11:30 ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലാണ് യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനവും ഗോവ, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും യോഗത്തിൽ ഉണ്ടാകും. അസമിൽ 3 സ്ഥാനാർത്ഥികളെയും ഗുജറാത്തിൽ 1 സ്ഥാനാർത്ഥിയെയും ആം ആദ്മി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിനെതിരായ ED നടപടിയും യോഗത്തിൽ ചർച്ചയാകും. ഗൾഫിൽ കനത്ത മഴ. UAE-യിൽ ആലിപ്പഴ വർഷത്തിൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നും ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 കുട്ടികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇടിയോടുകൂടിയ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറി. അലൈൻ, അബുദാബി, ഷാർജ, അജ്മാൻ, ഉമൽഖോയിൻ എന്നിവിടങ്ങളിലായിരുന്നു വെള്ളക്കെട്ട് രൂക്ഷം. വാദികളിലെ ഒഴുക്ക് വർദ്ധിച്ചു. അലൈനിൽ ആലിപ്പഴ വർഷത്തിൽ ഒട്ടേറെ വാഹനങ്ങളുടെ ചില്ലുകളും ഡിസ്പ്ലേ ബോർഡുകളും തകർന്നു. മഴയെ തുടർന്ന് ഷാർജയിൽ പാർക്കുകളും ദുബായ് ഗ്ലോബൽ വില്ലേജും അടച്ചു. അബുദാബി, ഷാർജ, അജ്മാൻ ഉൾപ്പെടെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം നിലച്ചു. മഴ ശക്തമായി അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 കുട്ടികളിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. റുസ്താഖിലെ വാദി ബനി ഗാഫറിലാണ് കുട്ടികളെ കാണാതായത്. മഴ കാണാനെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 24 ദുബായ്. മലപ്പുറം ചങ്ങരംകുളം ചിറവല്ലൂർ നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. പുള്ളൂട്ട് കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനപ്പുറത്തുനിന്ന് വീണ ഒരാൾക്ക് നിസ്സാര പരുക്കേറ്റു. 1 മണിക്കൂറിന് ശേഷം പാപ്പാന്മാർ ആനയെ തളച്ചു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എപ്പോഴാണ് ഈ സംഭവം? വിവരങ്ങൾ. പ്രവിധ പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം ചങ്ങരംകുളം ചിറവല്ലൂർ ചന്ദനക്കുളം നേർച്ചയ്ക്ക് എത്തിച്ചതായിരുന്നു ഈ ആനയെ നേർച്ചയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാഴ്ചക്കാരൊക്കെ തന്നെ എത്തിയിരുന്നു. അതിന് കാഴ്ചയുടെ ഭാഗമായി കൊണ്ടായിരുന്നു ഈ പുല്ലൂട്ട് കണ്ണൻ എന്ന് പറയുന്ന ആനയെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആന പെട്ടെന്ന് തന്നെ ഇടയുകയായിരുന്നു. ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേരെ ആന കുടഞ്ഞ് താഴെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഏറെ നേരം പാപ്പാന്മാർ ഇടപെട്ട് ആനയെ ഒതുക്കി നിയന്ത്രിച്ചെങ്കിലും പിന്നീട്
ആന ഈ റോഡിലൂടെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേർച്ചയുടെ ഭാഗമായി എത്തിയ കാഴ്ചക്കാരൊക്കെ തന്നെ ചിതറി ഓടി. പിന്നീട് 12:50 കൂടിയാണ് ഏതാണ്ട് 1 മണിക്ക് ശേഷമാണ് ഈ ആനയെ തളക്കാനായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. തുടർന്ന് 4 മണിയോട് കൂടി ആനയെ വാഹനത്തിൽ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഒരാൾക്ക് മാത്രമാണ് നിലവിൽ നിസ്സാര പരിക്കേറ്റിരിക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. പകൽ ചൂട് വർദ്ധിച്ചതോടെ വിപണി കീഴടക്കി തണ്ണിമത്തൻ. വഴിയോരത്തെ കടകളിൽ മുതൽ മോളുകളിൽ വരെ തണ്ണീർമത്തൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വില കുറവായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ചൂട് നല്ല ചൂടാ. ചൂട് അതിമനോഹരമല്ലേ, ഗംഭീര ചൂടാണ്. ചൂട് സാർ ചൂടാ, സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലെ ഉണ്ട്. ഈ ടൈം ആയപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ കഴിയില്ല. കുറയ്ക്കാൻ കഴിയുമല്ലോ. ചേട്ടാ ഒരു തണ്ണിമത്തൻ. ഈ കൊടും ചൂടിൽ ശരീരം ഒന്ന് തണുപ്പിക്കാൻ തണ്ണിമത്തൻ ബെസ്റ്റാണ്. തണ്ണിമത്തൻ വിഭവങ്ങൾക്ക് കടകളിൽ ആവശ്യക്കാരും വർദ്ധിച്ചു കഴിഞ്ഞു. തണ്ണിമത്തൻ്റെ ജ്യൂസാണുള്ള കാര്യമായിട്ട് ഇതാണ് ഈ കൂടുതൽ സെയിലായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ വയറെന്നറിയും മനസ്സെന്നറിയും. തണുപ്പാണ് കാരണം വെച്ചപ്പോൾ നല്ല ചൂടല്ലേ, ചൂടിന് ഇപ്പോൾ ഈ തണുപ്പ് വേണം നമുക്ക്. ചില ആൾക്കാർ തണുപ്പ് പറ്റാതെ ഉണ്ടാകുമ്പോൾ ഫ്രഷ് അടിച്ചു കൊടുക്കും. തണുപ്പ് പറ്റുന്നവർക്ക് ഐസ് ഇട്ടിട്ട് ഇതിൽ വെള്ളം ഉപയോഗിക്കൂല. ഇതിൽ ഉപയോഗിക്കുന്ന വെള്ളം തീരെ ഉപയോഗിക്കൂല. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്കസ്, ഏലക്കായി, പഞ്ചസാര മിക്സിങ് മാത്രം. അതതിൻ്റെ മിക്സിങ് ഉള്ളൂ. കിലോയ്ക്ക് 25 മുതൽ 50 രൂപ വരെയാണ് വില. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത്. കടും പച്ച നിറത്തിലുള്ള കറാച്ചി തണ്ണിമത്തൻ, ഇളം മഞ്ഞയും പച്ചയും കലരുന്ന കിരൺ തണ്ണിമത്തൻ, പിന്നെ നാടനും. ഇങ്ങനെ വിവിധ നിറത്തിലും രുചിയിലുമുള്ള തണ്ണിമത്തനുകൾ വിപണിയിൽ സുലഭമാണ്. ഈ കളർ കാണുമ്പോൾ തന്നെ ഒരു തണ്ണിമത്തൻ വാങ്ങി കഴിക്കാൻ തോന്നും. ഗുണങ്ങളേറെയുള്ള തണ്ണിമത്തൻ കച്ചവടം പൊടിപൊടിക്കുകയാണ്. നാരങ്ങാ വെള്ളത്തിനും ഇളനീരിനും വിവിധ പഴവർഗ്ഗങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അടിസ്ഥാന സൗകര്യം, ടൂറിസം മേഖല എന്നിവയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് LDF ഭരിക്കുന്ന ആലപ്പുഴ നഗരസഭയുടെ ബജറ്റ് യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തോമസ് ഐസക്കും G സുധാകരനും MLA-മാരായിരുന്ന സമയത്ത് നഗരസഭയ്ക്ക് താങ്ങായിരുന്നുവെന്ന് പ്രതിപക്ഷം. അഴകോടെ ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ പ്രധാന തോടുകളുടെ ഇരുകരകളും സൗന്ദര്യവൽക്കരിച്ച് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തും. ജനറൽ ആശുപത്രി മുതൽ ആലപ്പുഴ ബീച്ച് വരെയും ഇരുമ്പുപാലം മുതൽ സീറോ ജംഗ്ഷൻ വരെയും ചെടികൾ വെച്ച് മോടി പിടിപ്പിക്കും. ബീച്ച് ഫെസ്റ്റിവൽ വിപുലമായി സംഘടിപ്പിക്കുന്നതിന് DTPCയുമായി ചേർന്ന് പരിപാടികൾ സംഘടിപ്പിക്കും. തുടങ്ങി വലിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. എന്നാൽ പണം കണ്ടെത്താൻ മാർഗം സൃഷ്ടിക്കാതെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പതിവ് ശൈലിയാണെന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തോമസ് ഐസക്കും G സുധാകരനും ആലപ്പുഴ അമ്പലപ്പുഴ MLA-മാരായിരുന്ന സമയത്ത് നഗരസഭയ്ക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു. നിലവിലെ MLA-മാരായ PP ചിത്തരഞ്ജനും H സലാമും നഗരസഭയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും വിമർശനം. ആലപ്പുഴ നഗരത്തിൽ 2010 ശ്രീ മെഴ്സി ഘട്ടത്തിൽ ഞാൻ കൗൺസിലറുണ്ട്. അന്ന് ആലപ്പുഴ MLA ആയിരുന്ന തോമസ് ഐസക്ക്, ശ്രീ G സുധാകരൻ രണ്ടുപേരും അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു തദ്ദേശ സ്ഥാപനത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാമെന്ന് ചിന്തിച്ച് ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് അത് അംഗീകരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയത്തിലൂടെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ MLA-മാർ, MP-മാർ അവരാരും ഈ തദ്ദേശ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ് ഞാൻ ഉന്നയിച്ചത്. 2020 അധികാരത്തിൽ വന്ന LDF ഭരണസമിതി അവതരിപ്പിച്ചിട്ടുള്ള 3 ബജറ്റുകളിലും പ്രഖ്യാപിച്ച യാതൊന്നും തന്നെ നടപ്പിലാക്കാതെയാണ് 4ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ 3 തവണയും അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഒരു പദ്ധതികളെ പറ്റിയുമുള്ള പരാമർശം പോലും ഈ നഗരസഭാ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആലപ്പുഴ നഗരസഭയ്ക്ക് സ്വന്തമായി വരുമാനം ആർജിക്കുവാൻ കഴിയുന്ന കെട്ടിടങ്ങളെ സംബന്ധിച്ച്, സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള യാതൊരു നിർദ്ദേശങ്ങളും വെക്കാത്ത ഒരു ബഡ്ജറ്റ് കേവലം സ്വപ്നം കാണുന്ന ഒരു ബഡ്ജറ്റ് മാത്രമാണ്. 24 ആലപ്പുഴ. ഫുട്ബോൾ താരം PN നൌഫലിനും കുടുംബത്തിനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. കോഴിക്കോട് തിരുവമ്പാടിയിൽ DYFI നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് നിർവഹിച്ചു.
സന്തോഷ് ട്രോഫിയിലൂടെയും ഐ ലീഗ് മത്സരങ്ങളിലൂടെയും നാടിന്റെ അഭിമാനമായി മാറിയ തിരുവമ്പാടി സ്വദേശി PN നൌഫലിന് ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹവീട് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന് 1300 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച വീടിന്റെ നിർമ്മാണ പ്രവർത്തനം 15 മാസം കൊണ്ട് പൂർത്തിയായി. ബിരിയാണി ചലഞ്ച് നടത്തിയും സമ്മാന പദ്ധതി നടത്തിയുമാണ് വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, ലിൻഡോ ജോസഫ് MLA എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറി. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് മനുഷ്യനെ കൂടിച്ചേരലുകളിൽ നിന്ന് ഭിന്നിപ്പിച്ചു നിർത്തുന്ന ഒരു വലിയ രാഷ്ട്രീയം രാജ്യം ഭരിക്കുന്ന ഈ വേളയിലെല്ലാം മനുഷ്യരെ എല്ലാം ചേർത്തു നിർത്തുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് നന്മയുടെ രാഷ്ട്രീയം പറഞ്ഞ് മാനവികതയുടെ രാഷ്ട്രീയം പറഞ്ഞ് ആളുകൾക്കിടയിൽ ഇടപെടുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. 2022 സന്തോഷ് ട്രോഫി മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നൌഫലിനെ അനുമോദിക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് നൌഫലിന്റെ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്നും സുരക്ഷിതമല്ലാത്ത വീട്ടിലാണ് താമസം എന്നും മനസ്സിലാക്കിയത്. തുടർന്ന് നൌഫലിനും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ തയ്യാറാകുകയായിരുന്നു. 24 കോഴിക്കോട്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിനായി വീടൊരുക്കി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. സ്വന്തം വീട് വിറ്റ് കിട്ടിയ പണം പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിന് നൽകിയ നേതാവിനുള്ള സ്നേഹാദരമായാണ് പുതിയ വീട്. പരിയാരം അമ്മാനപ്പാറയിൽ പാച്ചേനി സ്വപ്നം കണ്ടതുപോലൊരു വീട്. സതീശൻ പാച്ചേനി എന്ന സമുന്നതനായ രാഷ്ട്രീയ നേതാവിനോടുള്ള കോൺഗ്രസുകാരുടെ സ്നേഹമാണ്, അതിലുപരി കടമയാണ്. കണ്ണൂരിലെ DCC ഓഫീസിന്റെ നിർമ്മാണം സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് തടസ്സപ്പെട്ടപ്പോൾ അടിമുടി കോൺഗ്രസ് ആയിരുന്ന ആ മനുഷ്യന് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. പഴയ വീട് വിറ്റ് പുതിയ വീട് നിർമ്മാണത്തിനായി കരുതിയിരുന്ന പണം ഓഫീസിനായി നൽകി. വീടെന്ന സ്വപ്നം മരണം വരെ ബാക്കി നിർത്തി. കണ്ണൂരിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം സതീശൻ പാച്ചേനി അവരുടെ ഒരു ഏറ്റവും അടുത്ത് അവരോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു വീട് വെച്ചു കൊടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ശേഷം നടന്ന അനുശോചന യോഗത്തിൽ KPCC പ്രസിഡന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. നമ്മൾ ഈ മാസം 14-ാം തീയതി നമ്മളതിൻ്റെ താക്കോൽ ദാന കർമ്മം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നിർവഹിക്കുക. അകാലത്തിൽ പ്രിയ നേതാവ് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായ വീട് പാർട്ടി ഏറ്റെടുക്കുകയായിരുന്നു. പുതിയ വീടിന്റെ താക്കോൽ KPCC അധ്യക്ഷൻ K സുധാകരൻ നാളെ കുടുംബത്തിന് കൈമാറും. 24 കണ്ണൂർ. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്ക് മർദ്ദനമേറ്റ സംഭവം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആനക്കോട്ടയിൽ പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ട് അടക്കമാകും ഹൈക്കോടതി പരിഗണിക്കുക. സംഭവത്തിൽ പാപ്പാന്മാർക്കെതിരെ കേസെടുത്തതായി സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ദേവസ്വത്തിന് അറിവുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. കൂടാതെ ദേവസ്വം അധികൃതർ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. ആനകളോടുള്ള ക്രൂരത ലളിതമായി കാണാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ആനകളെ മെരുക്കാൻ ഇരുമ്പ് തോട്ടി ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. റെയിൽവേ ബോർഡ് അംഗീകരിച്ച നേത്രാവതി എക്സ്പ്രസിന്റെ നീലേശ്വരം സ്റ്റോപ്പ് ഈ മാസം 17 മുതൽ. തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 17 രാത്രി 8:32 നീലേശ്വരത്തെത്തും. ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 18 രാവിലെ 5:35 നീലേശ്വരത്തെത്തും. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു.